السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. വന്ധ്യരായ ഗുരുനാഥന്മാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. കാരുണ്യവും വിട്ടുവീഴ്ചയും അന്യം നിൽക്കുന്ന ആധുനികത്തിൽ ആദരവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുക എന്നൊരു മഹത്തമായ കർമ്മമായി ഞാൻ മനസ്സിലാക്കുന്നു. സർവ്വലോകർക്കും ഒരു അനുഗ്രഹമായിട്ടാണ് താങ്കളെ ഞാൻ അയച്ചിരിക്കുന്നത് എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ നബി തങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നബി തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയുണ്ടായി, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവർ നിന്നോട് കരുണ കാണിക്കും. കാരുണ്യത്തിന്റെ നിറകുടമായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൃദ്ധന്മാരോടും കുട്ടികളോടും അവസരോടുമെല്ലാം തന്റെ നിർമ്മലമായ ഹൃദയം അങ്ങേയറ്റത്തോടെ കാരുണ്യത്തോടെ പെരുമാറുകയുണ്ടായി. നബി തങ്ങൾ പഠിപ്പിച്ചു, ചെറിയവരെ സ്നേഹിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽ പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു യാത്രയിൽ നബിയുടെ അനുയായികൾ 2 പക്ഷിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. ഇവിടെ തന്നെ തള്ളപ്പക്ഷി വന്ന് അവരുടെ മുമ്പിൽ ചിറകിട്ടടിക്കാൻ തുടങ്ങി. ചിറകിട്ടടിക്കുന്ന ശബ്ദം നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ തങ്ങൾ പറഞ്ഞു, ആരാടി തള്ളപ്പക്ഷിയെ നോവിച്ചത്? അതിന്റെ കുഞ്ഞുങ്ങൾ അതിന് തിരികെ നൽകി അതിനോട് കരുണ കാണിക്കോ. മറ്റൊരിക്കൽ ഒരു ഒട്ടകം നബിയെ കാണാനിടയുണ്ടായി. നിറഞ്ഞ കണ്ണുകളുമായി അരുമയോടെ നബിയുടെ അടുത്ത് വന്ന് നിന്നു. നബി തങ്ങൾ ചോദിച്ചു, ആരുടേതാണ് ഈ ഒട്ടകം? കേട്ടതാടെ അതാ ഒരു അൻസാരി യുവാവ് കടന്നു വരുന്നു. എന്നിട്ട് പറഞ്ഞു, അത് എന്റേതാണ് ഹബീബേ. നബി തങ്ങൾ അയാളെ എങ്ങനെ ഉപദേശിച്ചു, നിനക്ക് അള്ളാഹു ഉടമയാലാക്കി തന്ന ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നിനക്ക് അള്ളാഹുവിനെ അനുസരിച്ചൂടെ? നീ ഇതിനെ വേദനിപ്പിക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അതിനോട് വേവലാതിപ്പെട്ടു. എത്ര കരുണയോടെയാണ് നബി തങ്ങൾ കുട്ടികളോടും ജീവജാലങ്ങളോടും എല്ലാവരോടും അടുക്കുള്ള നബിയുടെ പെരുമാറ്റം. വിട്ടുവീഴ്ചകളുടെ മഹാമാതൃകകൾ നബിയുടെ ജീവിതത്തിൽ നിരവധിയുണ്ട്. നബിയുടെ നാട്ടിൽ നീണ്ട 13 വർഷം കടുത്ത താടനങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതിൽ 3 വർഷം ഷഅബ് അബൂ ത്വാലിബിന്റെ കൂടെ മലഞ്ചെരുവിൽ പച്ചിലകളും മാംസകഷ്ണങ്ങളും നരകിയാർന്ന ജീവിതം എല്ലാം വിട്ടറിഞ്ഞ് മദീനയിലേക്ക് പലായനം ചെയ്ത സന്ദർഭം. അവിടെയും സ്വസ്ഥമായി ജീവിക്കാതെയുള്ള തുടർന്നുള്ള പോരാട്ടങ്ങൾ, അവയിലൊക്കെയും പൊലിഞ്ഞു പോയ ഉറ്റവരുടെയും ഉടയവരുടെയും ജീവനുകൾ. സഹോദരങ്ങളെ, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ സാധിച്ച ഒരു ലോക നേതാവ് ഉണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ പ്രവാചകന്റെ തുല്യതയില്ലാത്ത സ്നേഹത്തിന്റെ ഒരൽപ്പമെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.